ഹായ്, സമയം 2:50. പിന്നെ നമുക്കിന്ന് ഒരു എൻട്രിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഏകദേശം 45 പോയിന്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. എൻട്രി എന്താണെന്ന് വെച്ചാൽ ഓപ്പണിങ്ങിൽ തന്നെ ആയിരുന്നു. നമ്മൾ കറക്റ്റ് 9:15 നമ്മൾ എൻട്രി അടിച്ചത്. ഈ ഒരു ഡൗൺഫോൾ കണ്ടപ്പോൾ എക്സിറ്റ് ചെയ്ത് നമ്മൾ ഏകദേശം ഇവിടെ ഈ ക്യാൻഡിലല്ലോ 9:58 നമ്മൾ എക്സിറ്റ് ചെയ്ത്. ആ ട്രേഡ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് സഡൻ താഴേക്ക് വന്നിട്ട് ഇന്നലത്തെ വാല്യൂ ഏരിയയുടെ ഉള്ളിൽ കയറി. ഇപ്പോൾ നമ്മൾ ഏകദേശം ട്രേഡ് എടുത്തിരുന്ന് ഇവിടെ കയറ്റാം 24,300 ആ റേഞ്ചിലൊക്കെ നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ടാർഗറ്റ് ഉണ്ടായിരുന്നത് ഏകദേശം ഈ വാല്യൂ ഏരിയയിലോ 24,200 ഉണ്ട്. നമ്മൾ ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ എത്തുമ്പോഴാണ് എക്സിറ്റ് ചെയ്തത്. പിന്നെ കാലത്ത് പുട്ട് ഓപ്ഷനൊന്നും വലിയ മൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല, കാരണം വിചാരിച്ചത്ര പ്രോഫിറ്റ് നമുക്ക് അതിൽ നിന്ന് എടുക്കാനും പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രിയും കാര്യങ്ങളും കാണിച്ചു തരാം. നമ്മൾ എൻട്രി 9:15 344.2 നമ്മളെടുത്ത് 24,600 പി 391 കൊടുത്ത്. ഇത് നമ്മൾ അതിൻ്റെ മുന്നേ 386 കൊടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റ് ഒന്നുകൂടി ഇങ്ങനെ സഡൻ ആയിട്ട് ഇങ്ങനെ ഫോൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പോയിന്റ് കയറ്റി വെച്ചതാണ് 391 നമ്മൾ എക്സിറ്റ്. അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് പിന്നെ നല്ല ഡൗൺഫോൾ വന്നപ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷൻ തന്നെ ഏകദേശം 100 പോയിൻറ്റിൻ്റെ മുകളിലൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും. പക്ഷേ എല്ലാ മൂവ്മെൻറ്റും നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്ത് ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്ത് ദെൻ പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ട്രേഡും കാര്യങ്ങളും നോക്കിയിട്ടില്ല. ഓക്കെ, എടുക്കാനൊരു കാരണം ഇതും പിന്നെ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മോർണിംഗിൽ വോളിയം ഭയങ്കര കുറവായിരുന്നു. നമ്മളെന്നും ഉണ്ടാവുന്ന അത്ര വോളിയം ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അതൊക്കെ കാരണമാണ് നമ്മളിന്ന് പെട്ടെന്ന് എക്സിറ്റ് ആയത്. ഓക്കെ.